ഹായ് സുന്ദരീസ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ഡിന്നർ പുറത്തുനിന്നാവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ എന്തായാലും നമുക്ക് പോണ വഴിക്ക് പുത്തമ്പള്ളിയിലൊക്കെ പോയി ഒന്ന് കറങ്ങി അവിടുത്തെ ലൈറ്റൊക്കെ കണ്ട് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും. ഓട്ടോ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പം നമ്മൾ മുനിസിപ്പൽ സ്റ്റാൻഡ് അവിടെ വന്നു. ഈ കുട്ടിയുടെ പല്ലിളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാൻ വഴിയിൽ ടാറ്റു ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് വഴിയിലൊക്കെ ഇരുന്ന് ടാറ്റു ചെയ്യണ കാണുന്നത്. റിയൽ ടാറ്റു കേട്ടോ, അങ്ങനെ ചെയ്ത് കൊടുക്കണുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിലൊന്ന് തൊഴുതു. എന്നിട്ട് അങ്ങനെ നടന്ന് നമ്മൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നടന്ന് പുത്തമ്പള്ളിയുടെ ഭാഗത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ പോകാൻ വിചാരിച്ചു. കണ്ടോ, ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റ്സിൻ്റെ ഒരു മയാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഇറങ്ങിയിട്ട് തേക്കങ്കാട് മൈതാനത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കേട്ടോ, അത് ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ക്രിസ്മസിൻ്റെ കുറേ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഫുൾ റെഡും വൈറ്റും കോമ്പിനേഷനിലെ കുറേ ഡ്രസ്സസും, അതുപോലെ തന്നെ വഴിയോരത്ത് കുറേ ഇങ്ങനെ 100 രൂപയുടെ ടോപ്സ് അങ്ങനെയൊക്കെ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പറ്റും കേട്ടോ. കുട്ടികളുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുത്തണ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇല്ല, അങ്ങനത്തെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ ഷർട്ട് കണ്ടോ, അത് 100-ന് കുഴപ്പമില്ല കേട്ടോ. അതിന് നമുക്ക് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ അപ്സൈക്കിൾ എന്ന് പറയില്ല നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ വെട്ടി ഒരു ടോപ്പ് പോലെയൊക്കെ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ സബ്വേയിലൂടെ ഇറങ്ങി നമുക്ക് തേക്കങ്കാട് മൈതാനത്തിലേക്കാണ് നമ്മൾ പോണത്. അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാം. അവിടെ കുറച്ചിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കണമൊന്നുമില്ല, അച്ഛൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ കുറച്ചിടയ്ക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പിന്നെ നമുക്കങ്ങനെ താല്പര്യം തോന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിത്ത് ഇരുന്ന് നടന്നു. എനിക്കും അമ്മയ്ക്കാണെങ്കിൽ നടക്കാൻ അങ്ങനെ പ്രയാസമില്ല, അമ്മയ്ക്ക് തീരെയും പ്രയാസമില്ല കേട്ടോ. പക്ഷേ ഇമ്മക്കുട്ടീനെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇമ്മയ്ക്ക് മടുക്കാൻ തുടങ്ങും, പിന്നെ കിണുങ്ങാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിശപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സ്പീഡപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ പള്ളിയുടെ അവിടെ വന്നു കേട്ടോ. അവിടുത്തെ പുൽക്കൂട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉണ്ണിയേശുയുടെ ഉടുപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്യാമറയിലേക്ക് അങ്ങനെ കാണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല തിളക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല വലിയൊരു സ്നോമാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പള്ളി നല്ല രസമുണ്ട് കേട്ടോ. പെരുന്നാൾ കണ്ടിട്ടുണ്ടായിരുന്നു പള്ളിയിലത്തെ. ഒയ്യോ, അടിപൊളിയായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടില്ല കേട്ടോ, ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് പിന്നെ തോന്നി അയ്യോ കാണായിരുന്നു എന്ന്. ഭയങ്കര ഫുൾ വൈബായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല രസമായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്ക് ഇത്തിരി ടെൻഷനായി, ഇത്രയും ക്രൗഡഡ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ള കാരണം എപ്പോഴും ഇങ്ങനെ ക്രൗഡിൻ്റെ ഇടയിൽ പോകുമ്പോൾ മാസ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ വിട്ടുപോയി. കഴിഞ്ഞ നമ്മളൊക്കെ പോയപ്പോൾ പിന്നെയും മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കും സൂക്ഷിക്കേണ്ട ടൈമാണ് കേട്ടോ. കുട്ടിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പം നമ്മളിപ്പോൾ സെൻറ്റ് തോമസ് റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അലങ്കാറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൂപ്പ്, സ്വീറ്റ് കോൺ സൂപ്പാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊതി കൊടുത്തതാണ് കേട്ടോ ഇവക്കുട്ടിക്ക്. നല്ല സൂപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മിക്സ്ഡ് ന്യൂഡിൽസും അതേപോലെ തന്നെ കൊത്തു പൊറോട്ട എനിക്കാണെങ്കിലും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ അത് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നോളൂ, സെൻറ്റ് തോമസ് റോഡിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് റോഡിൽ കുറേ വർഷങ്ങളായിട്ടുള്ള അലങ്കാറില്ലേ, അവരുടെ തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കുട്ടി ക്രിസ്മസ് ആഘോഷമായിരുന്നു നമ്മുടെ. അങ്ങനെ സന്തോഷമായി. പിന്നെ നമ്മൾ പോകുമ്പോൾ ലൈറ്റൊക്കെ കണ്ടിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടി ക്രിസ്മസ് ആഘോഷം. വലിയൊന്നുമില്ല, ഭയങ്കര ചെറിയൊരു വ്ളോഗാണ്. പക്ഷെ എന്തായാലും വിചാരിച്ചു കുട്ടി വ്ളോഗാണെങ്കിലും നമുക്ക് ഇന്ന് തന്നെ അത് ഇടാം. കാരണം 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടു. 2 ലൈവ് പോയിട്ടുണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഷോർട്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് നാളെ ഒരു ദിവസം ബ്രേക്ക് എടുക്കാം, 1-2 ദിവസം ബ്രേക്ക് എടുക്കാം. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് റിവൈൻ 2023 ആണ് കേട്ടോ. അതെന്തായാലും നമുക്ക് ഒരു 31-ാം തീയതി ഒക്കെ ആകുമ്പോൾ ചെയ്യാം. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഭയങ്കര റെഗുലറായിട്ട് ഇത്രയും ദിവസം ഡെയിലി വീഡിയോസ് ഇട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര റെഗുലറായിട്ട് ഇനി എന്തായാലും ഉണ്ടാവില്ല. പതുക്കെ പോയാൽ മതി. ആക്ച്വലി ഇനി ഇപ്പോൾ 2-3 ദിവസം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2-3 ദിവസമല്ല, ഞാൻ എങ്ങടെയെങ്കിലും പോവുകയാണെങ്കിൽ
പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെക്കാനോ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പറ്റുകയാണെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇട്ടേണ്ടും. അത് മാത്രമല്ല ഞാൻ വിചാരിച്ചു ഇനിയുള്ള സമയം ഇങ്ങനെ കുറച്ച് ദിവസം 2-3 ദിവസം ഇമ്മക്കുട്ടിക്ക് അവധിയാണല്ലോ, 10 ദിവസം അവധിയില്ല. അപ്പം ഞാൻ ഇമ്മക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. 11 ദിവസം അവധി ഉണ്ടാവും, കുറച്ചധികം ദിവസം അവധിയുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ മെറി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഇമ്മക്കുട്ടിയുടെ കൈ കാണാമല്ലോ. ഓക്കെ, പല്ല് ഇളകി വരുമോ അപ്പോ? ഇമ്മക്കുട്ടിക്ക് ഇപ്പൊ പല്ലിളക്കലാണ് മെയിൻ ജോലി. ഇപ്പൊ അടുത്ത പല്ലാണ്. ഇമ്മക്കുട്ടിയുടെ പല്ല് ചെറുപറാന്നാണ് പോണത്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. നമ്മുടെ വീഡിയോസിന് തന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് 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 താങ്ക്സ്. എസ്പെഷ്യലി ഷോർട്സിലൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എത്രാമത്തെ വർഷത്തെ 6ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 25 ദിവസം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ 31 ദിവസം വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് സീരീസ്, വ്ളോഗ്മാസ് സീരീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയറും ഇനി അടിപൊളിയാവട്ടെ, അത്രയേ ഉള്ളൂ. ഇനിയും പറയുന്നില്ല. മെറി ക്രിസ്മസ്. ഇമ്മക്കുട്ടിയുടെ മെറി ക്രിസ്മസ്. ഇമ്മക്കുട്ടി പോയി വന്നതിൻ്റെ ക്ഷീണത്തിലാണ്. ഞാൻ ഇമ്മക്കുട്ടിക്ക് ഒരു പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഹംഗ്രിയോ? എന്താണ് ഇങ്ങനെ ഹംഗ്രി ആവുന്നെ? അതിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ കിടക്കുമ്പോ തോന്നണതാ. അതെ, ഇപ്പൊ തന്നെ ഇത്രയും ഫുഡ് ന്യൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് വന്നല്ലേ. അത് നന്നായി കഴിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സെന്റ് തോമസ് റോഡിലത്തെ അലങ്കാറിൽ പോയിട്ടില്ലെങ്കിൽ പോയി നോക്കൂ. നല്ല ഹോട്ടലാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. ഞാനവിടെ പോസ്റ്റ് ഓഫീസ് റോഡിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് റോഡിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരം ചിക്കൻ അല്ല ബീഫ് കൊണ്ടാട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഡിഷിൽ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെയും നല്ല അടിപൊളി ഫുഡാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.